ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാണിക്കാൻ പോണതേ നമുക്കൊരു പാലപ്പത്തിന് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. പശുവും പാലില്ല കേട്ടോ. എന്താ പശുവും പാലിൽ ഒരു പാലപ്പത്തിന് കൂട്ടി വയ്ക്കാൻ. ഇപ്പം രാത്രി ഞാനത് കൂട്ടി വയ്ക്കുമ്പോൾ തന്നെ എടുക്കുകയാണ്. രാവിലെ ചുടുന്ന കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ കുറച്ച് അരി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അരയ്ക്കുന്നതൊന്നും എല്ലാം നിങ്ങളെ കാണിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് അരയ്ക്കുന്നതാണ്. ഞാൻ അതിലേക്കൊരു കുറച്ച് അവലും കൂടെ ചേർത്ത് അരയ്ക്കുകയാണ്. കുതിർക്കുന്നില്ല, ഇതിലേക്ക് ഇട്ട് ചേർക്കുക. കാരണം കുറച്ച് ടൈറ്റ് വേണം നമുക്ക് പാല് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താണ്ട് അവിൽ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിനൊരു പാത്രം അവലാണ്. ഒരു നാഴി അരി ആയതുകൊണ്ടാണ് ഇത്ര അവലെടുക്കുന്നുള്ളൂ. ഞാൻ ഒരു സ്പൂൺ കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ അവൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ട് അത് കുറച്ച് ലിക്വിഡായിട്ടാണല്ലോ അരഞ്ഞത്. അപ്പോൾ അതിലാകുമ്പോൾ അവലങ്ങ് കുതിർന്ന് പോകും. നൈസായിട്ടുള്ള അവലാണ് കേട്ടോ. ഒരു സ്പൂണ് അവൽ എന്ന് പറയുമ്പോൾ അതാ ഒരു ഇത്തിരി കൂടെ കേട്ടോ. അപ്പം അതിന് ഞാനൊരു അളവ് കാണിക്കണ്ടല്ലോ. അതാ ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി പഞ്ചസാര, നമ്മുടെ ഒരു മധുരമൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണേ. ഒരു അത്യാവശ്യം മധുരം വേണമല്ലോ, അപ്പത്തിനപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി പഞ്ചസാര ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്നിട്ടൊരു കുറച്ച് പാലൂടെ ചേർത്തിട്ട് ഇത്തിരി ഈസ്റ്റ് കൂടെ വേണം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റ് കൂടെ ചേർക്കണം കേട്ടോ. ചെറിയ തരിയായിട്ടുള്ള ഈസ്റ്റ് ഇല്ലേ, വലിയ തരിയുള്ളതല്ല. അതൊരു കുറച്ച് കേട്ടോ. പാല് ഞാൻ ചേർത്തത് കാച്ചിയ പാലാണ് കേട്ടോ. അതാരും മറന്നു പോകണ്ട, മനസ്സിലാവാണ്ടെന്നിരിക്കണ്ട. ഇത് ഞാനൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. അരച്ച് വന്നിട്ട് കാണിക്കാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാം. കൈ കൊണ്ടങ്ങ് വടിച്ചിടാം കേട്ടോ. കൈ കൊണ്ട് വടിക്കുന്നതിൽ മടിക്കൊന്നും വേണ്ട. കുറച്ചൊരു ടൈറ്റിലാണ് കേട്ടോ മാവ് ആദ്യം അരച്ചെടുത്തിരിക്കണേ. നല്ല ലൂസായിട്ടല്ല. നാളികേരം ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. പശുമ്പാൽ ചേർക്കുന്നതുകൊണ്ട് പിന്നെ നാളികേരം കൂടെ വേണ്ടല്ലോ. നമ്മൾ പശുമ്പാലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കണത്. പിന്നെ നല്ല ലൂസായിട്ടാണ് ഇത് കൂട്ടി വെക്കണേ. പാലപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. ഇത് കുറച്ച് മാവ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആകെ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി. അതുകൊണ്ടാണ് ബീഫും കൂർക്കയും കൂടെയാണ് അതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കണേ. നാളെ രാവിലെ ഞാനത് ഉണ്ടാക്കുമ്പോൾ അതും കൂടെ കാണിക്കും. ഒറ്റ ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ഞാൻ കാണിച്ചല്ലോ. അല്ല, 1/2 ഗ്ലാസ് ഞാൻ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ബാക്കി പാല് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതിൽ കൂട്ടി കൊടുക്കുകയാണ്. എത്ര ലൂസ് വേണ്ടതെന്ന് വെച്ചാൽ പാലൊഴിച്ചിട്ടാണ് നമ്മൾ ലൂസാക്കണേ കേട്ടോ. അപ്പം അത്യാവശ്യം ലൂസ് ഇപ്പം ഇതുണ്ട്. അതൊരു 3/4 ഗ്ലാസ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത്രയേ ഉള്ളൂ മാവ്. രാവിലെ ഞാൻ കൂട്ടിയിട്ട് അത് പൊങ്ങി വരുമ്പോൾ അത് വീണ്ടും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മളിതിനെ അടച്ച് ഒരു ഭാഗത്തെ ഒതുക്കി എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതാട്ടോ, അത് ആ മാവാണ്. ഞാനിതായത് ഒരു സൈഡിലിങ്ങനെ വെച്ചിരിക്കുക. രാവിലെ ഇതെടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭിത്തിയിലോട്ട് അങ്ങനെ മുട്ടിച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാനേ ഇന്നലെ കൂട്ടി വെച്ച മാവ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് പൊങ്ങിയിട്ടുണ്ടോയെന്ന് ഞാൻ പ്രാവശ്യം നോക്കിയതാണ്. ഇത് നല്ല പതഞ്ഞ് വന്നിരിക്കണം കണ്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ, കണ്ടോ. നല്ല പതഞ്ഞിട്ടായിരിക്കണത്. ഞാൻ ഇന്നലെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കട്ടെ. ഇത്തിരി കട്ടിയിലായിരിക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് പാലൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. നമ്മളെന്താ നല്ല ലൂസായിട്ടാണ് ഇത് കലക്കി വെച്ചത്, പക്ഷേ നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാൽ അതിലേക്ക് ചേർത്തിട്ടാണ് ഇത് ലൂസാക്കുക കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഒരു 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് പാൽ തന്നെ വേണം. പക്ഷെ രാത്രിയിലെ കൂട്ടി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ലൂസ് കൂടി പോകേണ്ട വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് ഇപ്പോൾ ആ പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി കാച്ചിയ പാലാണ് കേട്ടോ. ഞാനിതുവരെ അങ്ങനെ പച്ചപ്പാലുകൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല.
ഞാൻ ആ പാല് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് പാല് എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട്. ഇപ്പം ഞാൻ ചേർത്ത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. പുങ്ങി മാവ് നമ്മൾ സാധാരണ ഇത്ര ഇളക്കാറില്ല. ഇളക്കിയാൽ അതിൻ്റെ ഒരു ടഫ്നെസ്സൊക്കെ പോവുക ചെയ്യുക. പക്ഷെ ഞാനതിപ്പോൾ ഇതിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. പാലാണ് ആയതുകൊണ്ട്. ബീഫ് റെഡിയാക്കണ വരെ അത് അവിടെ ഇരിക്കട്ടെ ഒന്നും കൂടെ കേട്ടോ. ഞാൻ എന്നിട്ടിപ്പോൾ ബീഫിൻ്റെ പരിപാടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. പൊടികളൊക്കെ ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കേട്ടോ, ഒരു ചെറിയ ഗ്രാമ്പൂ, കുഞ്ഞൊരു ഏലക്ക, ഒരു ഗ്രാമ്പൂ കേട്ടോ. ഇവിടെ മസാലയുടെ ചുവ വല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1 2 3 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് 1 2 കൂട്ടിയാൽ മതി. 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. മീറ്റ് മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂണേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഞാൻ ചൂടാക്കിയിട്ട് കാണിച്ചു തരാം. തീ ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം പോണ വരെ കേട്ടോ നമ്മൾ വറുക്കത്. മൂക്കുമ്പോൾ നമുക്കറിയാം അത് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മണവും ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും. മാറുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോവല്ല കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഒന്ന് തണുത്തതിന് ശേഷമേ നമ്മളെ ചെറിയ ജാറിലേക്ക് ഇട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ ചെയ്യാം. ഇതാ ഞാൻ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ താട്ടോ അത് അരച്ച് കൊണ്ടുവന്നതാണ്. കുക്കറിലേക്ക് ഞാനിങ്ങനെ അരപ്പ് തട്ടി കൊടുക്കുകയാണ്. ഇതിൽ താണ്ട പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അവസാനം വഴറ്റുന്നതിൽ ചേർക്കാനാട്ടോ. ഇഞ്ചി, സവാള വലിയ 2 എണ്ണമാണ്. അപ്പം അതിൽ നിന്നൊരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ വെക്കണേ ലാസ്റ്റ് വഴറ്റിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ അരപ്പുമായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്. ഇറച്ചിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതാ ഇറച്ചി ഇവിടെ കഴുകിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് അതിലേക്ക് തിരുമ്മിയിട്ട് യോജിപ്പിക്കുക. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ. ബീഫാകുമ്പോൾ അതിൽ വെള്ളം വരും. ഇപ്പം നമുക്ക് കുക്കറ് അടച്ചത് അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിലൊരു 3 വിസിലടിച്ചതിന് ശേഷമാണ് കൂർക്ക ഇടുക. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം അടുപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ. അപ്പം ഇത് ഇവിടെ ഇരുന്നിട്ടൊരു 3 വിസിലടിക്കട്ടെ. എന്നിട്ട് തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോഴേക്ക് ഞാൻ കൂർക്ക ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്കൊരു 3 വിസിലടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പം വേഗം ചുട്ട് കാണിക്കാം കേട്ടോ. കാരണം ഇവിടെ പിന്നെ ബീഫൊന്നും ആവണ നേരം വരെ നിൽക്കാൻ ഏട്ടന് ഒഴിവില്ല. ഏട്ടന് പോകുന്ന ആളാണ് വേഗം. അപ്പം ഞാനത് ചുട്ട് കാണിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് ഇളക്കിയാലും ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും മാവ് എന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, മാവ് നല്ല പതഞ്ഞ് കിടക്കുന്ന കണ്ടോ ഇത്ര നേരം വെച്ചപ്പോൾ. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ അപ്പം ചുടാനൊക്കെ അല്ലേ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇതാ അപ്പം ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ വെള്ളം ചൂടുന്നത്. നമ്മളത് തുറക്കുകയാണ്. ഒരു 3 വിസിലടുപ്പിച്ച് വെച്ചതാണ് കേട്ടോ. തറുത്ര ചാറോട് കൂടിയിട്ടത് അങ്ങനെ ഇരിക്കുന്നുണ്ട് ബീഫ്. നമ്മൾ 2 വിസിൽ കൂടെ അടിക്കണം. അപ്പം നമ്മുടെ കൂർക്ക നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂർക്ക ചേർത്തു.
ഇനി നന്നായിട്ട് കണ്ട് ഇളക്കിയിട്ട് ഒരു 2 വിസിലൂടെ അടുപ്പിക്കുക കേട്ടോ. ഞാൻ കൂർക്ക മുറിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇതാ ഇങ്ങനൊരു ഇത്ര വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ, അല്ലാതെ കീറി ഇടുമൊന്നുമല്ല. കീറിയൊക്കെ ഇട്ടാൽ പിന്നെ കൂർക്ക നമുക്ക് കഴിക്കാൻ കിട്ടൂല, കലങ്ങി പോവുകയുള്ളൂ. അപ്പം ഇതൊരു 2 വിസിലടുപ്പിക്കണേ. നമ്മളതൊരു 2 വിസിലും കൂടെ അടിക്കട്ടെ. അപ്പം എന്നിട്ട് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുക്കർ തുറക്കണ കാണിച്ചു തരാം കേട്ടോ. കുക്കറിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനത് കുറച്ച് ധൃതി വെച്ചിട്ട് വേഗം ഉരുളി വെച്ചതാ. ഇതാ ഞാൻ കുക്കർ ഓപ്പണാക്കിയിട്ട് നമ്മുടെ ബീഫ് കണ്ടോ, ബീഫും കൂർക്കയും കൂടെ വെന്തിരിക്കുന്നുണ്ട്. ബാക്കി ഇനി ഒന്ന് നമ്മുടെ അരപ്പിനകത്ത് കിടന്നൊന്ന് കുറുകണം, അപ്പോഴതിനൊരു ടേസ്റ്റ് വരും. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. എന്താ ടേസ്റ്റ്. സവാള ഒരു അരമുറി സവാള ഇവിടെ എടുത്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നമ്മളാ ചതച്ചേന്നൊക്കെ ഒരു നുള്ളു വീതമൊക്കെ എടുത്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഞാനിനി അതിലേക്ക് നമ്മുടെ ഈ ഇതാണ്ട് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചാറും ഗ്രേവിയൊക്കെ ഉണ്ട്. വരണ്ടിട്ടായിരിക്കുക നമ്മുടെ കൂർക്കയും ബീഫും. ഇപ്പം നമ്മളിത് ഓഫാക്കാനായി കേട്ടോ. കണ്ടോ, ബീഫും കൂർക്കയും കൂടെ നല്ല ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ എന്താ രസം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. അതങ്ങനെ ഒരു പിഞ്ച് ഇടുന്നുള്ളേ. ഇതിനൊരു എരിവൊക്കെ ഉണ്ട് കേട്ടോ. വിളമ്പുന്ന കാണിച്ചു തരാം. ഇതാ അപ്പം നമ്മുടെ കൂർക്കയും ബീഫും പെരളനാണ്. നമ്മുടെ അപ്പം കണ്ടല്ലോ അല്ലേ? ഇത് കണ്ടോ, നല്ല തളതളാന്നാണ്. കണ്ടോ, ആവി വരിക. നല്ല രസമുണ്ട്. നല്ല എരിവും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കൂർക്ക കഷ്ണം നോക്ക്, ഞങ്ങൾ ടേസ്റ്റ് വരുന്ന കൂർക്ക പാകം വേണല്ലേ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. 2 കഷ്ണം ബീഫും നമ്മുടെ കൂർക്കയും ഒക്കെ ഒന്ന് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ചൂടുണ്ട്, ഞാൻ ചൂടോടെയാണ് ഈ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പത്തിന് കുറച്ച് മധുരവും പിന്നെ ഇതിന് കുറച്ച് എരിവുണ്ട് കറിക്ക്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. കൂർക്കൊക്കെ നല്ല ഓവർ വെന്ത് പോയിട്ടുമില്ല, എന്നാൽ പാകം വെന്ത് കണ്ടോ. കൂർക്കലോട്ടൊക്കെ ബീഫിൻ്റെയൊക്കെ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസൊക്കെ വരികയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.